ഹായ് ഓൾ. 2024 നവംബറിൽ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച സമകാലിക വിഷയങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷന് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഏതാണ് പുരസ്കാരം? UN ഷാങ്ഹായ് പുരസ്കാരം. എന്താണ് പ്രത്യേകത? ഇന്ത്യയിൽ നിന്ന് UN ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർക്കാണ് ലഭിച്ചത്? NS മാധവന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഏത് കൃതിക്കാണ് NS മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? തിരുത്ത് എന്ന കൃതിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായ 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു സാംസൺ. അപ്പോൾ സഞ്ജു വി സാംസണ് ഒരു പ്രത്യേകതയുണ്ട്. എന്താണിപ്പോൾ? 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരവും ആദ്യ മലയാളി താരവും ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? സഞ്ജു വി സാംസൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിന്. അപ്പോൾ ബുക്കർ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആർക്കാണ് ലഭിച്ചത്? ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിന്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ. അപ്പോൾ 29ാമത്തെ UN കാലാവസ്ഥാ ഉച്ചകോടി COP29 വേദി എവിടെയാണ്? അസർബൈജാനിലെ ബാക്കുവിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആരാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്? തിരുവനന്തപുരം ജില്ലയാണ്. അത്ലറ്റിക്സിൽ മലപ്പുറത്തിനാണ് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS സ്കൂളാണ് അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിന്. അപ്പം ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ SD ബിജുവാണ്. ഡോക്ടർ SD ബിജുവിന് എന്ത് പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്? ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ SD ബിജുവിന് ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ MG ശശിഭൂഷണ്. അപ്പോൾ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം തപസ്യ കലാ സാഹിത്യവേദി കൊടുക്കുന്ന പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ MG ശശിഭൂഷണ്. വിശ്വംഭരനും ശശിഭൂഷണും എന്താണ്? കൂട്ടുകാരാണെന്ന് ഓർത്ത് വെക്കണം. തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ഡോക്ടർ MG ശശിഭൂഷണ്. വിശ്വംഭരൻ പുരസ്കാരം ശശിഭൂഷണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. അപ്പോൾ കേരളത്തിലെ മികച്ച കായിക താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണെന്തെന്ന് പറയുന്നത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ഈ വട്ടം അർഹനായതാരാണ്? ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ഏത് ഇനത്തിലാണ് പ്രസിദ്ധൻ? ട്രിപ്പിൾ ജമ്പ് താരമാണ് കേട്ടോ. എന്നാണ് ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കറിന് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് ടേംഡി പുരസ്കാരം മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസിനും. അപ്പോൾ ദത്തോപാന്ത് പുരസ്കാരം എന്തിനാണ് ദത്തോപാന്ത് പുരസ്കാരം കൊടുക്കുന്നത്? സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്? മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസിനും. ക്ലീമിസ് എന്നെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. മേനകാ ഗാന്ധിക്കും ബസേലിയോസ് ക്ലീമിസിനും ദത്തോപാന്ത് പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്തു. അപ്പം ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് ഏത് തന്നെയാണ്? SBI തന്നെയാണ് കേട്ടോ. ഏതാണ്? SBI. തായ്ലാൻഡ് വിദേശകാര്യമന്ത്രി മാരിയസ് സംഗിയാപോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. അപ്പം ഇന്ത്യയിൽ ഈയിടെ എത്തിയ വിദേശകാര്യമന്ത്രി ഏത് രാജ്യത്തിൻ്റെയാണ്? തായ്ലാൻഡിൻ്റെയാണ്. തായ്ലൻഡ് വിദേശകാര്യമന്ത്രിയുടെ പേരെന്താണ്? മാരിയസ് സംഗിയ
പോങ്സ്. മാരിയസ് സംഗ്യ പോങ്സ്. ആരാണ്? മാരിയസ് സംഗ്യ പോങ്സ്. വിദേശകാര്യ മന്ത്രി ആരാണ്? മാരിയസ് സംഗ്യ പോങ്സ്. ആരുടെയാണ്? തായ്ലാൻഡിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കയുടെ 47ാം പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡൻ്റാകുന്ന പ്രായം കൂടിയ ആളാണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയില്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസാണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? 47ാമത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ആരെന്ന് പറയുന്നത്? ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് എന്നാണ് അധികാരമേൽക്കുന്നത്? 2025 ജനുവരി 20. 78 വയസ്സ് പ്രായമാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെ US പ്രസിഡൻ്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര് തന്നെയാണ്? ട്രംപാണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. ട്രംപിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആരാണ്? JD വാൻസ്. JD വാൻസ് ആണ്. വാനിലാണ് ട്രംപ് പോകണമെന്നെങ്കിൽ ഓർത്താൽ മതി. JD വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞർ TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. അപ്പോൾ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. എന്താണ്? TOI 6651b എന്ന് പറയുന്നത് സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹമാണ്. ആരാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ് കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല. അപ്പം കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രോണിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഏകലവ്യ എന്ന് പറയുന്നത് കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡ്രോണിൻ്റെ പേരാണ്. ആ ഡ്രോൺ വികസിപ്പിച്ചത് ആരാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല. ഓക്കെ, കൈരളി ആരുടെ തന്നെയാണ്? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെയാണ് അല്ലേ? ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. അപ്പോൾ ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്. എന്താണ്? സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ഏതാണ്? ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ. ഏതാണ്? ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്നു പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള എന്താന്ന് പറയുന്നത്? റോബോട്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ഏതാണ്? സ്റ്റാർ 1 ആണ്. സ്റ്റാർ 1ൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഏത് കമ്പനിയാണ് പുറത്തിറക്കിയത്? ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് VELC. അപ്പോൾ സൂര്യനിൽ ജൂലൈ 16 എന്ത് സംഭവിച്ചു? ഒരു കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിച്ചു. അതിൻ്റെ പ്രഭവ സമയം കണക്കാക്കിയിരിക്കുകയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ആദിത്യ L1 എന്ന പേടകം. അത് ഇതിലെ കൂടെയാണ് പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് VELC ആണ് ഈ മാസ് ഇജക്ഷൻ്റെ പ്രഭവ സമയം കണക്കാക്കിയിരിക്കുന്നത്. എന്നാണ് ഈ മാസ് ഇജക്ഷൻ സംഭവിച്ചത്? കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിച്ചത് സൂര്യനിൽ ജൂലൈ 16 കേട്ടോ. ജൂലൈ 16 സൂര്യനിൽ സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്രഭവ സമയം കണക്കാക്കിയ പേടകം ഏതാണ്? ആദിത്യ L1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷാണ് പ്രതിരോധ സെക്രട്ടറി. രാജേഷ് കുമാർ സിംഗ് ആണ് പ്രതിരോധ സെക്രട്ടറി കേട്ടോ. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിനെ ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന
സുപ്രധാന വിധി പുറപ്പെടുവിപ്പിച്ച് സുപ്രീം കോടതി. അപ്പോൾ പൊതുനന്മയ്ക്കായിട്ട് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന സുപ്രധാന വിധി പുറപ്പെടുവിപ്പിച്ച കോടതി ഏതാണ്? സുപ്രീം കോടതി. ഏത് കോടതിയാണ്? സുപ്രീം കോടതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പൊതുനന്മയ്ക്കായിട്ട് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല. ഇനി കേരള ഹൈക്കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ്, അത് നിയന്ത്രിക്കാനൊന്നും ആവത്തില്ലെന്ന്. അപ്പം വാർത്തക്കാരെ പിന്തുണച്ചത് ആരാണ്? മാധ്യമ പ്രവർത്തകരെ പിന്തുണച്ചത് കേരള ഹൈക്കോടതി. സ്വകാര്യ സ്വത്തിൻ്റെ കാര്യം പറയുന്നത് ആരാണ്? സുപ്രീം കോടതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള പ്രഭ പുരസ്കാരം. കേരള പ്രഭ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നവംബർ 1 നമുക്കറിയാം. ഓക്കെ, ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. ISRO ചെയർമാൻ S. സോമനാഥ്, ശാസ്ത്ര സാങ്കേതികം, ജൈവ കർഷക ഭുവനേശ്വരി, കൃഷി മേഖല കൃഷിയാണ്. കലാമണ്ഡലം വിമല മേനോൻ കല, ഡോക്ടർ TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹിക സേവനം ആശാ വർക്കർ, VK മാത്യൂസ് വാണിജ്യം വ്യവസായം. ഓക്കെ, നമ്മൾ ഷോർട്സ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേരള പ്രഭ പുരസ്കാരങ്ങൾ. കേരള പ്രഭ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും ISRO ചെയർമാൻ S. സോമനാഥിന്, കൃഷി മേഖലയിൽ നിന്നും ഭുവനേശ്വരി, കല വിമല മേനോൻ, ആരോഗ്യം TK ജയകുമാർ, കാലിഗ്രഫി നാരായണ ഭട്ടതിരി, കായികം സഞ്ജു സാംസൺ, സാമൂഹ്യ സേവനം ആശാ വർക്കർ ഷൈജ ബേബി, വാണിജ്യം വ്യവസായത്തിനാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? VK മാത്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിന് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള ജ്യോതി പുരസ്കാരം. കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ആർക്കാണ്? MK സാനുവിന്. ഓക്കെ, MK സാനുവിന് കേരള ജ്യോതി പുരസ്കാരവും കേരള പ്രഭ പുരസ്കാരം 8 പേർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? കേരള പ്രഭ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബാലന്തിയോർ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാലന്തിയോർ പുരസ്കാരത്തിലെ മികച്ച പുരുഷ താരം ആരാണ്? റോഡ്രി ഏത് ടീമിലാണെന്ന് ചോദിച്ചാൽ സ്പെയിൻ മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് കേട്ടോ. അപ്പോൾ റോഡ്രിയാണ് ബാലന്തിയോർ പുരസ്കാരത്തിലെ മികച്ച പുരുഷ താരം. സ്പെയിൻകാരനാണ്, മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. റോഡ്രി സ്പെയിൻ മാഞ്ചസ്റ്റർ സിറ്റി. മികച്ച പുരുഷ താരമാണ് ഏത് പുരസ്കാരമാണ്? ബാലന്തിയോർ പുരസ്കാരം. മികച്ച വനിതാ താരമാരാണ്? ഐറ്റാന ബോൺമാട്ടി, സ്പെയിൻ, ബാഴ്സലോണയാണ് ടീം. മികച്ച പരിശീലകൻ കാർലോ അൻസലോട്ടി. ആരാണ്? ആൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ. കാർലോ ആൻസലോട്ടി, റയൽ മാഡ്രിഡിൻ്റെ കാർലോ ആൻസലോട്ടിയാണ് മികച്ച പരിശീലകൻ. മികച്ച പരിശീലക എമ്മ ഹൈസ് ആണ് മികച്ച പരിശീലക. US വനിതാ ടീമിൻ്റെ പരിശീലകയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മികച്ച പുരുഷ താരമാരാണ്? റോഡ്രി, സ്പെയിൻ മാഞ്ചസ്റ്റർ സിറ്റി. മികച്ച വനിതാ താരമാരാണ്? ഐറ്റാന ബോൾമാട്ടി, ബാഴ്സലോണ സ്പെയിനാണ്. അപ്പോൾ രണ്ടുപേരും സ്പെയിനാണ്. റോഡ്രിയും സ്പെയിനാണ്, ഐറ്റാന ബോൾമാട്ടിയും സ്പെയിനാണ്. റോഡ്രി മാഞ്ചസ്റ്റർ സിറ്റിയുടെയാണ്, ഐറ്റാന ബോൺമാറ്റി ബാഴ്സലോണയുടെയാണ്. മികച്ച പരിശീലകൻ ആരാണ്? കാർലോ എന്നെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. കാർലോ ആൻസലോട്ടി. ആരാണ് മികച്ച പരിശീലകൻ? കാറി വന്നിട്ടാണ് പരിശീലകൻ പരിശീലിപ്പിക്കുന്നത്. കാർലോ ആൻസലോട്ടി റയൽ മാഡ്രിഡിൻ്റെ മികച്ച പരിശീലക. US വനിതാ ടീമിൻ്റെ എമ്മ ഹെയ്സ്. ആരാണ്? എമ്മ ഹെയ്സ്. മികച്ച യുവതാരം ആരാണ്? മികച്ച യുവതാരം ലാമിൻ യമാൽ. ആരാണ്? ലാമിൻ യമാലാണ് മികച്ച യുവതാരം. സ്പെയിൻ, ബാഴ്സലോണ. നമ്മുടെ ഐറ്റാന ബോൺമാറ്റിയും ബാഴ്സലോണയാണ്. അതുപോലെ തന്നെ മികച്ച യുവതാരം ആരാണ്? ബാഴ്സലോണയിലെ ലാമിൻ യമാലാണ്. ലാമിൻ യമാൽ. ലായൊക്കെ വെച്ചോർത്തിരിക്കണം. പുതിയതായിട്ട് വന്ന ആരാണ്? ലാ കൊണ്ട് തുടങ്ങുന്ന ഒരാളാണെന്നെങ്കിൽ ഓർത്താൽ മതി. ലാമിൻ യമാൽ. ലാമിൻ യമാലാണ് യുവതാരം. യമാൽ അങ്ങനെ ഓർത്തിരുന്നാലും മതി. യുവതാരം യമാൽ. യുവതാരം ആരാണ്? ലാമിൻ യമാൽ യുവതാരം യമാൽ. ഓക്കെ, സ്പെയിൻ ബാഴ്സലോണയാണ് ലാമിൻ യമാലിൻ്റെ ടീം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പ് സ്കോറർ കീലിയൻ എംബാപ്പെ. ഫ്രാൻസ് PSG ആണ്. ഹാരി കെയ്നും ഉണ്ട്. ഇംഗ്ലണ്ട് ബയേൺ മ്യൂണിക്ക്. ഓക്കെ, അപ്പോൾ ടോപ്പ് സ്കോറർ 2 പേരുണ്ട്. കീലിയൻ എംബാപ്പെ, ഫ്രാൻസ് PSG. ഹാരി കെയ്ൻ, ഇംഗ്ലണ്ട് ബയേൺ മ്യൂണിക്ക്. ഹാരിനെ നമ്മളത്ര കേട്ട് കാണത്തില്ല. ഹാരി കെയ്ൻ. ആരാണ്? ഹാരി കെയ്ൻ, ഇംഗ്ലണ്ട് ബയേൺ മ്യൂണിക്ക്.
ഹാരി കെയ്ൻ, ഇംഗ്ലണ്ട് ബയേൺ മ്യൂണിക്ക്. ഓക്കെ. നെക്സ്റ്റ് മികച്ച ഗോൾ കീപ്പർ. കഴിഞ്ഞ പ്രാവശ്യം ബാലൻഡിയർ പുരസ്കാരം മികച്ച ഗോൾ കീപ്പറിനുള്ള പുരസ്കാരം ആർക്ക് തന്നെയാണ് കിട്ടിയത്? എമിലിയാനോ മാർട്ടിസിന് തന്നെയാണ് കിട്ടിയത്. ഈ പ്രാവശ്യം എമിലിയാനോ മാർട്ടിസ് തന്നെയാണ്. അർജൻറ്റീന ആസ്റ്റൺ വില്ലയാണ് കേട്ടോ. എവിടെയാണ്? ആസ്റ്റൺ വില്ലയാണ് ടീം. ആസ്റ്റൺ വില്ല. നെക്സ്റ്റ് കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം. ബാലൻഡിയർ പുരസ്കാരമാണ്. ബാലൻഡിയർ പുരസ്കാരം മികച്ച കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ജെന്നിഫർ ഹെർമോസോ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാരുണ്യമുള്ള ആൾ ഇങ്ങനെ ഓർത്താൽ മതി അല്ലേ? ജെന്നിഫർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന കാരുണ്യമുള്ള ആളാണെന്ന് ഇങ്ങനെ ഓർത്ത് വെക്കണം. എന്താണ്? കാരുണ്യ പ്രവർത്തനത്തിലുള്ള ബാലൻഡിയർ പുരസ്കാരം കിട്ടിയത് ആരാണ്? ജെന്നിഫർ ഹെർമോസോ, സ്പെയിൻ. കാരുണ്യ പ്രവർത്തനത്തിലുള്ള ബാലൻഡിയർ പുരസ്കാരം ജെന്നിഫർ ഹെർമോസോ, സ്പെയിൻ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്, വനിതാ ടീം ബാഴ്സലോണ. ഓക്കെ. ബാലൻഡിയർ പുരസ്കാരം ഒന്നുകൂടെ നോക്കാം. മികച്ച പുരുഷതാരം റോഡ്രി, സ്പെയിൻ മാഞ്ചസ്റ്റർ സിറ്റി. മികച്ച വനിതാ താരം ഐറ്റാനോ ബോൾമാട്ടി, സ്പെയിൻ ബാഴ്സലോണ. മികച്ച പരിശീലകൻ കാറിവന്നിറങ്ങും, കാർലോ അൻസലോട്ടി, റയൽ മാഡ്രിഡ്. മികച്ച പരിശീലക എമ്മ ഹെയ്സ്, US വനിതാ ടീം. മികച്ച യുവതാരം യാ കൊണ്ട് തന്നെ തുടങ്ങണം. ആരാണ്? ലാമിൻ യമാൽ, സ്പെയിൻ ബാഴ്സലോണ. ടോപ്പ് സ്കോറർ കിലിയൻ എംബാപ്പയും ഹാരി കെയ്നും. കിലിയൻ എംബാപ്പെ ഫ്രാൻസ് PSG ആളാണ്. ഹാരി കെയ്ൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ബയേൺ മ്യൂണിക്ക്. മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിസ്, അർജൻറ്റീന ആസ്റ്റൺ വില്ല. കാരുണ്യ പ്രവർത്തനത്തിലുള്ള പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ജെന്നിഫർ ഹെർമോസോ, സ്പെയിനാണ്. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്, വനിതാ ടീം ബാഴ്സലോണ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടുസ്വാമി അന്തരിച്ചു. അപ്പോൾ നമ്മൾ പുട്ടുസ്വാമിയുടെ കേസൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്വകാര്യത മൗലിക അവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടുസ്വാമി. അപ്പോൾ KS അത് ഇനിഷ്യലും പഠിച്ച് വെക്കണം. എന്താണ് ഇനിഷ്യലി? KS പുട്ടുസ്വാമി എവിടുത്തെ ജഡ്ജിയായിരുന്നു? കേരളയല്ല, കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയായിരുന്നു. കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജിയാണ് KS പുട്ടുസ്വാമി. എന്തിനു വേണ്ടിയാണ് പോരാടിയത്? സ്വകാര്യത മൗലിക അവകാശമാക്കാൻ വേണ്ടി പോരാടിയതാണ്. ആരെന്ന് പറയുന്നത്? KS പുട്ടുസ്വാമി. ഓക്കെ. അന്തരിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന കിൻസി ജോൺ അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ US പോപ്പ് സംഗീത ലോകത്ത് 7.5 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ആരാണ്? കിൻസി ജോൺസ്. അപ്പോൾ കിൻസി ജോൺസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോപ്പ് ഗായകനാണ്. കിൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം. കിൻസി എന്നൊക്കെ പറയുമ്പോൾ ഒരു കിൻസി ജോൺസ് എന്ന് പറയുമ്പോൾ പോപ്പ് സംഗീതജ്ഞനാണ്. എവിടുത്തെയാണ്? US-ലെയാണ് കേട്ടോ. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ്. അടുത്തത് സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാം നാരായണൻ അന്തരിച്ചു. ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. രാം നാരായണൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പണ്ഡിറ്റ് രാം നാരായണൻ. രാമനുമുണ്ട് നാരായണനുമുണ്ട്. എന്താണ്? സാരംഗി. രാം നാരായണൻ സാരംഗിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. മാമ്പുഴ കുമാരൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാഹിത്യ നിരൂപകനാണ് കേട്ടോ, മാമ്പുഴ കുമാരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രമുഖ സിനിമ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ എന്നും പറയും, അന്തരിച്ചു. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ അല്ലെങ്കിൽ TP കുഞ്ഞിക്കണ്ണൻ. ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. അല്ലാത്ത വേറൊരു പേരെന്താണ്? കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമുഖ സിനിമ നാടക നടനാണ്. ഇൻഷ്യലാണ് പഠിക്കേണ്ടത്. TP ഇട്ടെന്നെങ്കിലും ഓർത്താൽ മതി. TP കുഞ്ഞിക്കണ്ണൻ. ആർക്കാണ്? കുഞ്ഞിക്കണ്ണൻ TP ഇട്ടു. അപ്പോൾ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ പുട്ടുസ്വാമിയുടെ ഇനിഷ്യൽ എന്തുവാണ്? KS. ഇയാൾ കേസിനൊക്കെ അല്ലേ പോയത്? സ്വകാര്യത മൗലിക അവകാശമാക്കാനായിട്ട് വേണ്ടി പോരാടിയ കർണാടക മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് KS പുട്ടുസ്വാമി. അപ്പോൾ ഒരു കേസിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ KS പുട്ടുസ്വാമി. ആരാണ്? KS പുട്ടുസ്വാമി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. അപ്പോൾ ആരാണ്? MP സദാശിവൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിവർത്തകനാണ്. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികളാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്കു സിനിമാ നടൻ ഡൽഹി ഗണേശ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT
പത്മ അന്തരിച്ചു. അപ്പോൾ പത്മ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്ഷനായിട്ട് തരാം. എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. കേരളത്തിൻ്റെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MD പത്മ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹഗൻസൺ കിക്കി ഹഗൻസൺ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയത് ആരാണ്? കിക്കി എന്ന് ഓർത്താലും മതി, കിക്കി ഹഗൻസൺ. അപ്പം ആരാണ് ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയത്? കിക്കി ഹഗൻസൺ ആണ്. കിക്കി ഹഗൻസണും അന്തരിച്ചു. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നുകൂടെ നോക്കാം. തിരുവനന്തപുരത്തിന് കിട്ടിയത് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവന്. തിരുത്തു എന്ന കൃതിക്ക് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരവും മലയാളി താരവും സഞ്ജു സാംസണാണ്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിക്ക്. ഓർബിറ്റൽ എന്ന കൃതിക്ക്. COP29 ഉച്ചകോടിയുടെ വേദി, കാലാവസ്ഥ ഉച്ചകോടി വേദി അസർബൈജാനിലെ ബാക്കുവിലാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആർക്കാണ് ഓവറോൾ ട്രോഫി? തിരുവനന്തപുരം ജില്ലയ്ക്ക്. അത്ലറ്റിക്സിന് മലപ്പുറം ജില്ലയ്ക്ക്. മലപ്പുറത്തെ കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സ് സ്കൂളാണ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് SD ബിജുവാണ്. SD ബിജുവിന് ലഭിച്ച പുരസ്കാരം ഏതാണ്? ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം. തപസ്യ കലാ സാഹിത്യവേദിയുടെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? വിശ്വംഭരൻ്റെ കൂട്ടുകാരൻ ശശിഭൂഷൺ. MG ശശിഭൂഷണാണ് തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ ആണ്. ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രിപ്പിൾ ജമ്പ് താരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള ദത്തോപാന്തു പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മേനകാ ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് എന്നെങ്കിലും ഓർത്താൽ മതി. ക്ലീമിസിനാണ് ദത്തോപാന്തു പുരസ്കാരം. ഈ വർഷത്തെ ഏറ്റവും മികച്ച ബാങ്ക് ഏതാണ്? SBI ആണ്. തായ്ലാൻഡിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയെ വന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രിയുടെ പേര് മാരിസ് സംഗിയാപോങ്സ്. ആരാണ്? മാരിസ് സംഗിയാപോങ്സ്. സംഗീനെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. മാരിസ് സംഗിയാപോങ്സ്. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ട്രംപ്? 47ാമത്തെ പ്രസിഡന്റ്. 2025 ജനുവരി 20 ചുമതലയേൽക്കും. 78 വയസ്സാണ്. ഏറ്റവും പ്രായം കൂടുതലുള്ള പ്രസിഡന്റാണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയില്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തിക്കുന്ന വ്യക്തിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. ആരാണ് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ്? JD വാൻസ് ആണ്. ട്രംപ് വന്നിറങ്ങുന്നത് വാനിലാണ്. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആരാണ്? വാൻസ്. സൗരയൂഥത്തിൻ്റെ പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹത്തെ കണ്ടെത്തിയത് ആരാണ്? ഇന്ത്യൻ ശാസ്ത്രജ്ഞരാണ്. അതിൻ്റെ പേരെന്താണ്? TOI 6651b എന്നാണ്. TOI 6651b. കുഴിബോംബ് കണ്ടുപിടിക്കാനായിട്ട് കേരള ഡിജിറ്റൽ സർവകലാശാല കണ്ടെത്തിയ ഡ്രോണിൻ്റെ പേരെന്താണ്? ഏകലവ്യ. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർവിൺ എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ഏത് ഖ്യാതിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ടാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റാർവിൺ എന്നു പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട്. എന്താണ് റോബോട്ടിൻ്റെ പേര്? സ്റ്റാർവിൺ. ഏത് കമ്പനിയാണ് പുറത്തിറക്കിയത്? റോബോട്ട് ഇറ. എന്താണ് ഇത്? എന്ത് തരത്തിലുള്ള റോബോട്ടാണ്? ഹ്യൂമനോയിഡ് റോബോട്ടാണ് കേട്ടോ. അപ്പോൾ കൊറോണൽ മാസ് ഇജക്ഷൻ എന്നാണ് സൂര്യനിൽ സംഭവിച്ചത്? ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷനാണ് ആദ്യത്തെ L1 സിഗ്നൽ കിട്ടി പ്രഭവ സമയം കണക്കാക്കിയിരിക്കുന്നത് അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ്. പൊതുതന്മയ്ക്കായിട്ട് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് വിധി പ്രഖ്യാപിച്ചതാരാണ്? വിധി പുറപ്പെടുവിപ്പിച്ചത് സുപ്രീം കോടതിയാണ്. എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ചത് ആരാണ്? കേരള ഹൈക്കോടതിയാണ്. കേരള പ്രഭാ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ്? ISRO ചെയർമാൻ S സോമനാഥിന്, ഭുവനേശ്വരി കൃഷി കലാമണ്ഡലം വിമല മേനോൻ കല, TK ജയകുമാർ ആരോഗ്യം, നാരായണ ഭട്ടതിരി കാലിഗ്രഫി, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനം, PK മാത്യൂസ് വാണിജ്യം വ്യവസായം. കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ്? MK സാനുവിന്. പിന്നെ ബാലൻറ്റ്യൂർ പുരസ്കാരമാണ് പിന്നെ പറഞ്ഞത്. മികച്ച പുരുഷതാരം റോഡ്രി, വനിതാ താരം ഐറ്റാന ബോൾമാട്ടി, പരിശീലകൻ കാറി വന്നിറങ്ങും കാർലോ ആൻസലോട്ടി, മികച്ച പരിശീലക എമ്മ ഹെയ്സ്, മികച്ച യുവതാരം ലാമിൻ യമാൽ, ടോപ്പ് സ്കോറർ കീലിയൻ എംബാപ്പയും ഹാരി കെയ്നും, മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ ബോൾമാർട്ടിനസ്.
ഓക്കെ. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ജെന്നിഫറിനാണ്, ജെന്നിഫർ ഹെർമോസോ. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡ്, വനിതാ ടീം ബാഴ്സലോണ. പിന്നെ സ്വകാര്യത മൗലിക അവകാശമാക്കാൻ വേണ്ടി പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ആരാണ്? കർണാടക ഹൈക്കോടതി ജഡ്ജി KS പോയതാണ്. അപ്പോൾ KS പുട്ടസ്വാമി, US പോപ്പ് ഗായകൻ അന്തരിച്ചു, അദ്ദേഹത്തിൻ്റെ പേരാണ്. ക്വിൻസി ജോൺസ് 28 ഗ്രാമി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് രാം നാരായണൻ സാരംഗി ഇതിഹാസമാണ്. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുഴ കുമാരൻ അന്തരിച്ചു. പിന്നെ അന്തരിച്ച പ്രമുഖ സിനിമ നാടക നടൻ കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂരിൻ്റെ വേറൊരു പേര് ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുങ്ക് സിനിമാ നടൻ ഡൽഹി ഗണേശ് അന്തരിച്ചു. മലയാളത്തിൽ 10 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. MT പത്മ കേരളത്തിൻ്റെ ഏതൊക്കെ വകുപ്പിലായിരുന്നു മന്ത്രിയായിരുന്നത്? ഫിഷറീസ് രജിസ്ട്രേഷൻ. പത്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? പത്മ ഫിഷറീസ്, മീൻ പിടിക്കാൻ അങ്ങനെ വല്ല ഓർത്ത് വെച്ചാൽ മതി. ഫിഷറീസ് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാനും പോയിട്ടുണ്ട്. ഫിഷറീസ് രജിസ്ട്രേഷൻ, പത്മ ഫിഷറീസ് രജിസ്ട്രേഷൻ. ഇൻഷലൂടെ ഓർത്ത് വയ്ക്കണം, MT പത്മ ഫിഷറീസ് രജിസ്ട്രേഷൻ. ഓക്കെ. ലോകസുന്ദരി പട്ടം ആദ്യമായിട്ട് സ്വന്തമാക്കിയത് ആരാണ്? കിക്കി ഹഗൻസൺ. ആരാണ്? കിക്കി ഹഗൻസൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.